എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഒരു കണ്ണാടി പയ്യന്റെ അടുത്തേക്ക് നമ്മുടെ ഹീറോ അവൻ കടന്നു വരികയാണ്. കണ്ണാടി പയ്യനാണെങ്കിൽ ഹീറോയോട് പറയും, എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യമില്ല, നിന്റെ ഫ്രണ്ട്സ് നിന്നെ ഹെൽപ്പ് ചെയ്താലും ഈ ഒരു മത്സരത്തിൽ ഞാൻ മാത്രമേ ജയിക്കൂ എന്ന് പറഞ്ഞ് അവൻ ഒരു അമ്പെടുത്ത് ഒരു ഹോളോയ്ക്ക് നേരെ എയ്യാണ്. അത് കണ്ട ഹീറോ അവന്റെ സ്ക്വാഡ് അങ്ങനെ നീട്ടി ആ അമ്പ് തകർത്ത് കളഞ്ഞ് അവന്റെ സ്ക്വാഡ് വെച്ച് ആ ഒരു ഹോളോയെ വെട്ടി താഴെയിടും. ഹീറോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, പ്ലീസ് ദയവ് ചെയ്ത് നീ ഇത് നിർത്ത്. ഹോളോസിനെ ഇനി നീ പോർട്ടൽ വഴി ഇവിടേക്ക് ഇറക്കരുത്, അത് വലിയ അപകടമാണ്. ഓൾറെഡി ഒരുപാട് പേര് ഹോളോവേഴ്സാൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നീ അത് കാണുന്നില്ലേ? നിനക്ക് ഫൈറ്റ് ചെയ്ത് നിന്റെ സ്ട്രെങ്ത് കാണിക്കണമെങ്കിൽ എന്നോട് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യ്. അത് കേട്ട ആ കണ്ണാടിക്കാരനാണെങ്കിൽ ഒരു സെക്കൻഡ് മുകളിലേക്ക് നോക്കും. മുകളിൽ ഒരുപാട് പോർട്ടൽസ് ഓപ്പണായി കുറെ അധികം ഹോളോസ് താഴേക്ക് വരികയാണ്. അത് കാണുമ്പോൾ അവനും ചെറുതായിട്ട് ടെൻഷനാവും. അവൻ തീർത്തു പറയും, ഒരു കാരണവശാലും ഈ ഒരു മത്സരത്തിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോവില്ല. എന്റെ പവർ എന്താണെന്ന് ഞാൻ ഈ ഹോളോസിനെ മുഴുവൻ തകർത്ത് നിനക്ക് കാണിച്ചു തരുമെന്ന് പറഞ്ഞ് അവൻ മുകളിലേക്ക് പോകും. ഹീറോ ആണെങ്കിൽ അവനെ നോക്കി നിൽക്കുന്ന സമയം അവൻ അങ്ങനെ ടേൺ ചെയ്ത് ഹീറോയോട് പറയും, ഞാനാണ് ലാസ്റ്റ് ക്വിൻസി. ഹീറോയ്ക്ക് അപ്പോഴും അവൻ എന്താണ് പറയുന്നതെന്നും ക്വിൻസി അതെന്താണെന്നും മനസ്സിലാവില്ല. അതിന് റുഖ്യ അവൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കും. ആക്ച്വലി സോൾ റിപ്പേഴ്സ് അവർ കാരണമാണ് ഇവരുടെ ആ ഒരു യൂണിയൻ അത് തകർക്കപ്പെട്ടത്. ഈ സോൾ റീപ്പേഴ്സിനെ റെഗുലേറ്റേഴ്സ് എന്നും പറയാറുണ്ട്. അതായത് ഭൂമിയിൽ എത്ര മനുഷ്യരുണ്ടോ അത്രയും തന്നെ സോൾ റീപ്പേഴ്സ് ഉണ്ട്. ഈ ക്വിൻസി വന്നതിന് ശേഷമാണ് സോൾ റിപ്പേഴ്സിന്റെയും നോർമൽ ഹ്യൂമൻസിന്റെ ഒക്കെ തന്നെ ആ ഒരു റേഷ്യോ ബാലൻസ് അത് തകരാനായിട്ട് തുടങ്ങിയത്. അത് റീപ്ലേസ് ചെയ്യാനാണ് സോൾ റിപ്പേഴ്സ് അവർ ക്വിൻസിയെ ഇല്ലാതാക്കി അതിനുശേഷം റേഷ്യോ അത് പഴയതുപോലെ നോർമലാക്കി മാറ്റിയത്. ക്വിൻസിയിൽ അവസാനമായിട്ട് ശേഷിക്കുന്ന ഒരേ ഒരുവനാണ് ആ കണ്ണാടി പയ്യൻ. അവൻ സോൾ റിപ്പേഴ്സിന് ആവശ്യമില്ല, ക്വിൻസികൾക്കാണ് പലതും ഈ ലോകത്ത് ചെയ്യാൻ കഴിയുക എന്ന് തെളിയിക്കാനാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ കണ്ണാടി പയ്യനെ തിരുത്താനായിട്ട് അവന്റെ അടുത്തേക്ക് പോകും. അതേസമയം ഇവിടെ ആ കണ്ണാടി പയ്യൻ അവനാണെങ്കിൽ അവന്റെ സെൻസായിക്ക് വേണ്ടി ആ ഒരു മത്സരത്തിൽ ജയിക്കാൻ ഒരുപാട് ഹോളോസിനെ സെക്കൻഡുകൾ കൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ടേയിരിക്കും. അവന്റെ മനസ്സിലെ പക അതങ്ങനെ കൂടി വരികയാണ്. സോൾ റിപ്പേഴ്സിനെ റീപ്ലേസ് ചെയ്യണം എന്നൊരു ചിന്തയും അവന്റെ മാസ്റ്ററിന് കൊടുത്ത വാക്കും അത് രണ്ടുമാണ് അവന്റെ മനസ്സിൽ ഇപ്പൊ ആകെ ഉള്ളത്. ഉടനെ ഹീറോ ആണെങ്കിൽ ഇപ്പൊ അവന്റെ അടുത്തേക്ക് വരും. പ്ലീസ് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്, നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. ഇതിൽ എനിക്കിപ്പോഴും അറിയില്ല ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന്. എങ്കിലും ഈ കാണിക്കുന്നത് ഇപ്പൊ നീ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. അതിനാ കണ്ണാടി പയ്യൻ ഹീറോയെ നോക്കും. നീ എന്താ ഈ പറയണേ? 200 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യത്തെക്കുറിച്ചാണോ നീ സംസാരിക്കണേ? ഞാൻ ഒരിക്കലും അതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. മാത്രമല്ല സോൾ റിപ്പേഴ്സിന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്റെ സെൻസായി മരിക്കുന്നത് വരെ ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ കണ്ണാടി പയ്യൻ അവന്റെ സെൻസായോട് ചോദിക്കും, നമ്മൾ ആക്ച്വലി സോൾ റിപ്പേഴ്സിനെതിരായി പല കാര്യങ്ങളും ചെയ്തു, അതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ സംഭവിച്ചേ? അതിനവന്റെ മാസ്റ്റർ പറയും, നമ്മളെ കൊണ്ട് ഒരിക്കലും തെറ്റും ശരിയും അത് നിർവചിക്കാനായിട്ട് കഴിയില്ല. നടക്കുന്ന ഈ ഒരു പ്രോബ്ലം അത് സോൾവ് ചെയ്യുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ള ഏക കാര്യം. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. പ്രസന്റിലെ ഹീറോയും ആ കണ്ണാടി പയ്യനും അവർ രണ്ടുപേരും ഒരുമിച്ച് ഇപ്പൊ ഹോളോവേഴ്സിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണാടി പയ്യനാണെങ്കിൽ വീണ്ടും ഹീറോയോട് പറയും, എന്റെ മാസ്റ്ററിന് സോൾ റിപ്പേഴ്സിനോട് ഒരുപാട് ബഹുമാനമായിരുന്നു, പക്ഷേ അവരാരും തന്നെ അദ്ദേഹത്തിന് വേണ്ടത്ര ബഹുമാനം കൊടുത്തിട്ടില്ല. മാത്രമല്ല ലാസ്റ്റ് ടൈം ഒരുപാട് ഹോളോസ് ചേർന്ന് ചുറ്റി വളഞ്ഞാണ് അദ്ദേഹത്തിനെ കൊന്നുകളഞ്ഞത്. ആ സമയത്ത് പോലും ഒരു സോൾ റീപ്പർ പോലും അവിടേക്ക് വന്ന് അദ്ദേഹത്തെ സഹായിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ അവസാന നിമിഷം അത് നിസ്സഹായനായി എനിക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. എന്റെ മാസ്റ്റർ മരിക്കുന്നതിന് ഒരല്പം മുൻപെങ്കിലും അവർ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, പക്ഷേ അവർ വന്നില്ല. അതിനുശേഷമാണ് എനിക്ക് സോൾ റീപ്പേഴ്സിനെ റീപ്ലേസ് ചെയ്യണം എന്ന ആഗ്രഹം തോന്നിയത്. ക്വീൻസിനെ കഴിഞ്ഞും പവർ അവർക്ക് കുറവാണ്, ക്വീൻസ് ആണ് ദ ബെസ്റ്റ് എന്ന് എനിക്ക് തെളിയിക്കണം എന്ന് പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും ഹോളോവ്സിനെ വെട്ടിയെറിയും. കാര്യങ്ങളെല്ലാം കേട്ട ഹീറോ അവൻ ഓടി വന്ന് ഇപ്പൊ കണ്ണാടി പയ്യന്റെ തലയ്ക്കൊരിട്ടി. നിനക്ക് ഇത്രയായിട്ടും നിനക്ക് ഇതുവരെ നിന്റെ മാസ്റ്ററിന്റെ വിഷ് അതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നിന്റെ മാസ്റ്റർ ഒരിക്കലും സോൾ റിപ്പേഴ്സിനെ കഴിഞ്ഞും ബെസ്റ്റ് ആവണം എന്നല്ല ആഗ്രഹിച്ചത്, സോൾ റിപ്പേഴ്സിനോട് ചേർന്ന് നിന്ന് ഹോളോവേഴ്സിനെ ഇല്ലാതാക്കണം എന്നാണ് ആഗ്രഹിച്ചത്. നിന്റെ മാസ്റ്ററിന് കഴിയാതെ പോയത് തീർച്ചയായിട്ടും നിന്നെ കൊണ്ട് കഴിയും. സോ ഇപ്പൊ നീ എന്നോടൊപ്പം നിന്ന് ഈ ഹോളോവേഴ്സിനെ നശിപ്പിക്കണം. നിനക്കൊരു കാര്യം അറിയോ? സത്യത്തിൽ ഞാനൊരു ടെമ്പററി സോൾ റീപ്പർ ആണ്. എന്റെ അമ്മയുടെ മരണം അതാണ് എന്നെ ഒരു സോൾ റീപ്പർ ആക്കി മാറ്റിയതും ഇപ്പോ ഈ ഹോളോവേഴ്സിനെ എല്ലാം ഞാൻ നശിപ്പിക്കുന്നതും. എന്റെ ഫാമിലിയിൽ സംഭവിച്ചത് ഇനി ഒരിക്കലും മറ്റൊരാളുടെ ഫാമിലിയിൽ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവൻ ആ ഹോളോവേഴ്സിനെ നേരിടും. അങ്ങനെ
അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ച് കട്ടയ്ക്ക് നിന്ന് ആ ഹോളോവേഴ്സിനെ തകർത്തെറിയാണ്. അവർക്ക് സപ്പോർട്ടിനായി ആ ഷോപ്പ് ഓണറും ആളുടെ അസിസ്റ്റൻസും അവിടേക്ക് വരും. അവരും അവരെ കൊണ്ട് കഴിയുന്നത് പോലെ ആ ഹോളോവേഴ്സിനെ തല്ലി കൊല്ലുകയാണ്. പക്ഷെ എന്താ, അവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇപ്പൊ വലിയൊരു പോർട്ടൽ ഓപ്പൺ ചെയ്ത് ഒരു ജയന്റ് ഹോളോ അത് പുറത്തേക്ക് വരികയാണ്. അതിനെ കാണുമ്പോൾ തന്നെ ഹീറോയുടെ ഹാർട്ട് ബീറ്റ് കൂടിക്കൂടി വരും. കാരണം ഇത്രയും വലിയൊരു ഹോളോയെ ഇതുവരെ അവനവന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഓണർ ആണെങ്കിൽ ഹീറോയോടും കണ്ണാടി പയ്യനോടും നിങ്ങൾ രണ്ടുപേരും ആ ജയന്റ് ഹോളോയായിട്ട് ഫൈറ്റ് ചെയ്ത് അതിനെ തോൽപ്പിക്ക്, ഇവറ്റകളുടെ കാര്യം അത് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവര് ആ ചെറിയ ഹോളോസിനെ തകർക്കാൻ തുടങ്ങും. റുഖിയാണെങ്കിൽ അതിനെ കാണുമ്പോൾ തന്നെ ഹീറോയോട് പറയും അതൊരൊറ്റ ഹോളോ അല്ല, ഒരുപാട് ഹോളോകൾ ചേർന്ന ഒരു ജയന്റ് ഹോളോയാണ്. ആദ്യമായിട്ടാണ് ഇത്രയും പവറുള്ള ഒരു ജയന്റ് ഹോളോയെ ഞാൻ കാണുന്നത്. ഒരു കാരണവശാലും നീ അതുമായിട്ട് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഒരു സോൾ റീപ്പറിനെ കൊണ്ട് അതിനെ തകർക്കാൻ പറ്റില്ല. ഹീറോ ആണെങ്കിൽ അവളുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ അതിന് നേരെ പാഞ്ഞടുക്കുകയാണ്. റുഖിയ അവനെ തടയാൻ ശ്രമിക്കും. പക്ഷേ ഷോപ്പ് ഓണർ ആണെങ്കിൽ അവളെ തടഞ്ഞു വെക്കുകയാണ്. ഇവിടെ ഹീറോ ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് അതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അതിനാണെങ്കിൽ ഒരു പോറല് പോലും ഏൽക്കില്ല. അതിന് കണ്ണാടി പയ്യനാണെങ്കിൽ ഹീറോയോട് പറയും നീ സ്ട്രെയിറ്റ് ആയിട്ട് അതിനോട് ഫൈറ്റ് ചെയ്ത് യാതൊരു പ്രയോജനവും ഇല്ല. നമ്മൾ രണ്ടുപേരും ചേർന്ന് പ്ലാൻ ചെയ്ത് അതിനെ അറ്റാക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്കതിനെ തോൽപ്പിക്കാനാവൂ എന്ന് പറഞ്ഞ് അവരിപ്പോ എന്തൊക്കെയോ പ്ലാൻ ചെയ്യാൻ തുടങ്ങും. കണ്ണാടിക്കാരനാണെങ്കിൽ ഇപ്പൊ ഹീറോയുടെ തലയിൽ അവന്റെ സ്ക്വാഡ് എടുത്ത് കെട്ടിവെക്കും. അതിനുശേഷം അവന്റെ ഫുൾ പവർ അവനോട് റിലീസ് ചെയ്യാൻ വേണ്ടി പറയാണ്. ഹീറോ ആണെങ്കിൽ അവന്റെ പവർ അത് റിലീസ് ചെയ്യുന്തോറും ഇവിടെ കണ്ണാടി പയ്യൻ അവന്റെ ആരോയുടെ സൈസ് കൂട്ടിക്കൊണ്ടുവരും. ഹീറോയുടെ പവർ അതങ്ങനെ റിലീസ് ആകുന്തോറും ആ ഒരു ആരോ അതങ്ങനെ വലുതായി വന്ന് ഒരു ഹോളായി തീരും. പക്ഷെ നമ്മുടെ ഹീറോ അവൻ നിസ്സാരക്കാരനല്ല. ഒരുപാട് പവർ അത് അക്യുമുലേറ്റ് ചെയ്ത് അവൻ ആ സ്ക്വാഡും എടുത്ത് ഇല്ലേ നേരെ കൊതിച്ചു പായാണ്. കണ്ണാടി പയ്യനാണെങ്കിൽ അത് കണ്ട് വിശ്വസിക്കാനാവില്ല. കാരണം അൺലിമിറ്റഡ് പവറാണ് ഹീറോയിൽ നിന്ന് ഇപ്പൊ പുറത്തേക്ക് വരുന്നത്. ഇത്രയും സ്പിരിച്വൽ എനർജി ഒരാളുടെ ബോഡിയിൽ നിന്ന് എങ്ങനെ വരുന്നുവെന്ന് അവന് മനസ്സിലാവില്ല. ആ ഒരു പവർ കണ്ട് ആ ഒരു ഹോളോ അതുപോലും അവിടുന്ന് ഇൻവിസിബിൾ ആവുകയാണ്. അത് പോയത് കണ്ട് എല്ലാവരും സന്തോഷത്തില് ശ്വാസമൊക്കെ വലിച്ചു വിട്ട് റിലാക്സ് ചെയ്യും. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര റിലാക്സേഷൻ. അവൻ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തില് അങ്ങനെ തളർന്നു നിൽക്കുമ്പോഴായിരിക്കും അടുത്ത നിമിഷം വീണ്ടും ആ സ്ക്വാഡിൽ നിന്ന് ഒരുപാട് പവർ പുറത്തേക്ക് വരിക. സ്ക്വാഡിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്പിരിച്വൽ എനർജി അത് താങ്ങാൻ കഴിയാതെ ഹീറോ അവൻ നിലവിളിക്കും. കണ്ണാടിപ്പയ്യനാണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കില്ല. അവൻ സ്ട്രെയിറ്റ് ആയിട്ട് ഓടി വന്ന് അവന്റെ ആരോസ് ഒക്കെ ഉപയോഗിച്ച് ആ എനർജി അബ്സോർബ് ചെയ്യും. അതിനുശേഷം അവൻ അവന്റെ സ്വന്തം ബോഡിയിലേക്ക് തന്നെ ആ എനർജി എടുത്ത് ഇപ്പൊ ഹീറോയെ രക്ഷിക്കുകയാണ്. പിന്നീട് അവൻ ഒരു സെക്കൻഡ് അവന്റെ സെൻസായെ കുറിച്ച് ആലോചിക്കും. അന്നവൻ ആ ഒരു ഹോളോവേഴ്സ് അവന്റെ മാസ്റ്ററിനെ അറ്റാക്ക് ചെയ്തപ്പോ നിസ്സഹായനായി നോക്കി നിന്നു. ഒന്ന് അവിടേക്ക് പോവാനോ മാസ്റ്ററിനെ രക്ഷിക്കാനോ അവൻ തയ്യാറായില്ല. അവന്റെ പേടിയും ആശങ്കയും അതെല്ലാമാണ് ആക്ച്വലി മാസ്റ്ററിന്റെ മരണത്തിന് കാരണം. ഞാൻ ഇത്രയും കാലവും മറ്റുള്ളവരുടെ മേലെയാണ് ആ ഒരു പഴി അത് ചാരിയത്. സത്യത്തിൽ ഞാനാണ് തെറ്റുകാരെന്ന് പറഞ്ഞ് അവന്റെ മാസ്റ്ററിനോട് അപ്പൊ പറയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.